Hello all, welcome to the annual lecture series in structural analysis. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് K2 സിലബസിലെ K2 SA1 സിലബസിലെ നാലാമത്തെ മൊഡ്യൂളായ മൂവിംഗ് ലോഡ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്നുള്ള ടോപ്പിക്കാണ്. This is a rather new topic. This will be rather a confusing and peculiar topic. Okay, so കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ ഇതിന്റെ ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. Okay, it's an interesting topic as well. Okay, let's begin with a few different intro. നമുക്ക് ആദ്യം മൂവിംഗ് ലോഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻഫ്ലുവൻസ് ലൈൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു കൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ we can easily understand this. Okay, let's begin. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ദ റെസ്പോൺസ് ഓഫ് എ സ്ട്രക്ചർ സബ്ജക്റ്റഡ് ടു ആൻ ഇൻപുട്ട്. ഓക്കെ, ഒരു ഇൻപുട്ട് ലോഡ് വന്നിട്ടുള്ള സ്ട്രക്ചറിന്റെ ഒരു സ്ട്രക്ചറിലോട്ട് ഒരു ഇൻപുട്ട് ലോഡ് വന്നാൽ അതിന്റെ അകത്തുണ്ടാകുന്ന റെസ്പോൺസ് കണ്ടുപിടിക്കലാണ് സ്ട്രക്ചറൽ അനാലിസിസ് ബേസിക്കലി. ഇതിൽ ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ഫോഴ്സ് റെസ്പോൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റെസ്പോൺസ് ആയിരിക്കാം. ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾവേസ് ലോഡ് എന്ന് നമ്മൾ എഞ്ചിനീയറിംഗിൽ ഡിഫൈൻ ചെയ്യുന്ന ടേമാണ്. സോ വാട്ട് ഈസ് ആക്ച്വലി ലോഡ്? ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫോഴ്സ് ഓർ ദ മൊമെന്റ് exerted on the body or the surface of a structure. ഓക്കെ, ഒരു സർഫസിന്റെ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ മുകളിൽ വരുന്ന ഫോഴ്സിനെയോ അല്ലെങ്കിൽ മൊമെന്റ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പരമായിട്ട് ലോഡ് എന്ന് പറയുന്നത്. സോ ലോഡ് എന്ന് പറയുന്ന ടേമിനെ അല്ലെങ്കിൽ ലോഡ്സിനെ നമുക്ക് ഒത്തിരി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒരു ജനറിക് ക്ലാസിഫിക്കേഷനിലെങ്കിലും ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് ലോഡ് ആക്കാം, അല്ലെങ്കിൽ ഡെഡ് ലൈവ് എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ലോഡാക്കി മാറ്റാം. സർഫസ് ലോഡ്, ബോഡി ലോഡ് എന്നൊക്കെ പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം. സോ ദർ ആർ സോ മെനി ക്ലാസിഫിക്കേഷൻസ്. പക്ഷേ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യാവശ്യമുള്ള ഒരു ചെറിയ ഒരു ക്ലാസിഫിക്കേഷൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ ജനറിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ല, പക്ഷെ നമ്മുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയുള്ള ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ ആണ്. സോ load can be for us load is divided into let me divide it into three. First type of load is the dead load, second type of load is the live load, and third type of load consists of all other loads rather than these two, snow, earthquake, wind, earth pressure അല്ലെങ്കിൽ water pressure എന്നൊക്കെയുള്ള കൂട്ടത്തിൽ പോകുന്നതാണ്. ഓക്കെ, സോ ഡെഡും ലൈവും ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് ലോഡ്. ലെറ്റ് സീ വാട്ട് ആർ ദോസ് ടു. ഓക്കെ, സോ വാട്ട് ഈസ് ബേസിക്കലി ഡെഡ് ലോഡ്? ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ലോഡിനെയാണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ അകത്ത് ബീമുണ്ട്, കോളമുണ്ട്, സ്ലാബ്സ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ഇത്രയും സാധനം ഈ കോൺക്രീറ്റ് വെച്ചും സ്റ്റീൽ വെച്ചും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബീം, സ്ലാബ്, കോളം അടങ്ങുന്ന സ്ട്രക്ചറിന് സ്വന്തമായിട്ടൊരു വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റ് അവിടെ തന്നെയായിരിക്കും, ആ സ്ട്രക്ചർ എവിടെ നിൽക്കുന്നു ആ ഗ്രൗണ്ടിലോട്ടായിരിക്കും ആ വെയിറ്റ് മൊത്തം ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ തന്നെയായിരിക്കും ആ ലോഡ് മൊത്തം ആക്ട് ചെയ്യുന്നത്. അതിന്റെ പൊസിഷനോ അല്ലെങ്കിൽ അതിന്റെ എമൗണ്ടോ മാറുന്നില്ല. സമയം മാറുന്നതനുസരിച്ച് അതിന്റെ പൊസിഷനോ അതിന്റെ എമൗണ്ടോ മാറുന്നില്ല. അതിന് പകരം ഒരു മനുഷ്യൻ ഒരു ഫ്ലോറിൽ കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ ഹാസ് എ വെയിറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ലോഡ്. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് സ്റ്റേഷനറി അല്ല, അതിങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഡെഡ് ലോഡ് അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് ഓഫ് എ സ്ട്രക്ചർ ഈസ് സംതിങ് ദാറ്റ് ഡസൻ ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ഓർ ദ മാഗ്നിറ്റ്യൂഡ് ഓർ ഇറ്റ്സ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലോഡിനെയാണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാലത്ത് അനാലിസിസിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാന്റിലിവർ ബീമിന്റെ അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെയോ നടുക്കൊരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുള്ളതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ അത് ആ പോയിന്റിൽ തന്നെ ആയിരിക്കും നമ്മുടെ അനാലിസിസ് മൊത്തത്തിൽ ആ ലോഡ് നിൽക്കുക. അതിന്റെ പൊസിഷനോ അതിന്റെ വാല്യൂവോ അതിന്റെ ആക്ട് ചെയ്യുന്ന ഡയറക്ഷനോ ഇതുവരെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുന്ന ടൈപ്പ് ഓഫ് ലോഡിനെയാണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. ഡെഡ് ലോഡ് ഈസ് മോസ്റ്റ് കോമൺലി അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡെഡ് ലോഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിന്റെ, അതിപ്പോൾ ഒരു ബീം ആവട്ടെ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആവട്ടെ ഒരു ബ്രിഡ്ജ് ആവട്ടെ, അതിന്റെ സെൽഫ് വെയിറ്റ്, അതിന്റെ അകത്തുള്ള മെറ്റീരിയൽസ് സ്വന്തമായിട്ടുണ്ടായി ഗ്രാവിറ്റി മൂലം താഴോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റിനെയാണ് അല്ലെങ്കിൽ ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡെഡ് ലോഡിനെ ചില സമയത്ത് നമ്മൾ ഗ്രാവിറ്റി ലോഡ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, so this is a typical example of ഒരു ഡെഡ് ലോഡ്. this you can see a bridge, ഒരു ബ്രിഡ്ജിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്ത് കോളംസ് ഉണ്ട്, ഓക്കെ, സൈഡ് വാക്ക് ഉണ്ട്, സ്ലാബ് ഉണ്ട്.
ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഓക്കെ ലെറ്റ്സ് സേ ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് കോൺക്രീറ്റും അതിൻ്റെ അകത്ത് റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീലും ഒക്കെ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിന്റെ എല്ലാം കൂടെ കൂടിയുള്ള ഒരു സ്വന്തമായിട്ട് ഇതിനൊരു വെയിറ്റ് ഉണ്ട്. അത് താഴോട്ട് ഗ്രാവിറ്റി മൂലം താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ആ പോയിന്റിൽ തന്നെ, ആ പൊസിഷനിൽ തന്നെ. അതിനൊരു ചേഞ്ചും ഇല്ല, സ്റ്റേഷനറി ആയിട്ട് നിന്ന് നിൽക്കുന്നു. സോ ഡെഡ് ലോഡ് ഈസ് ദാറ്റ് പെർമനന്റ് ഓർ സ്റ്റേഷനറി ലോഡ് വിച്ച് ഡസൻ ചേഞ്ച് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, പൊസിഷൻ ഓർ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈം മാറിക്കൊണ്ടിരുന്നാൽ അതിന്റെ ഈ ഫാക്ടേഴ്സ് ഒന്നും മാറുന്നില്ല, അത് അവിടെ പെർമനന്റ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, സച്ച് ടൈപ്പ് ഓഫ് എ ലോഡ് ഈസ് കോൾഡ് എ ഡെഡ് ലോഡ്. Okay, now we have another type of load which is important for our concern, that is live or embossed load. Okay, നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ബ്രിഡ്ജ് ലോഡ്, ബ്രിഡ്ജ് കാണിച്ചല്ലോ, അതിന്റെ അകത്തോട്ട് ഒരു ട്രക്ക് വരുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ട്രക്ക് ആ ബ്രിഡ്ജിൽ കൂടെ പാസ് ചെയ്യാണ്. ട്രക്ക് എന്ന് പറയുമ്പോൾ തന്നെ ടൺസ് അതിന് വെയിറ്റ് ഉണ്ട്. സോ ഒരു പോയിന്റിൽ ബ്രിഡ്ജിന്റെ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് അറ്റം വരെ പോകുന്നതനുസരിച്ച് ട്രക്കിന് അസ്യൂം ദാറ്റ് ട്രക്കിന് ഒരു പോയിന്റ് ലോഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ആ പോയിന്റ് ലോഡിന്റെ പൊസിഷൻ ഓരോ സമയത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ ചിലപ്പോൾ ആ സമയത്തായിരിക്കും അതിന്റെ ലോഡ് മൊത്തം ബ്രിഡ്ജിന്റെ അറ്റത്തായിരിക്കും എക്സേർട്ട് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞ് ഈ ബ്രിഡ്ജിന്റെ നടുക്കെത്തുമ്പോൾ ആ നടുക്കുള്ള പോയിന്റിലായിരിക്കും ആ ലോഡ് ആക്ട് ചെയ്യുന്നത്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ലോഡിന്റെ അല്ലെങ്കിൽ ഈ വരുന്ന ട്രക്കിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ട്രക്ക് എക്സേർട്ട് ചെയ്യുന്ന ലോഡ് ഓരോ പോയിന്റിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എഫക്റ്റീവ്ലി നമുക്കൊരു സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ദ പൊസിഷൻ ഓഫ് ദ ലോഡ് ചേഞ്ചസ് വിത്ത് സ്ട്രക്ചർ. അല്ലെങ്കിൽ വേണ്ട, ഒരു ഹ്യൂമൻ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹ്യൂമൻ ഒരു സ്ലാബിൽ കൂടെ വാക്ക് ചെയ്യുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ കൂടെ നടന്നു പോവാണ്, ഞാനിപ്പോൾ ഒരു വീട്ടിൽ കൂടെ നടന്നു പോവാണെങ്കിൽ എൻ്റെ ബോഡി എക്സേർട്ട് ചെയ്യുന്ന ഒരു വെയിറ്റ് ഉണ്ട്, അതിങ്ങനെ ഓരോ പൊസിഷനിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ഒരു സിനിമ തിയേറ്ററിൽ ഓക്കെ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ സിനിമ കാണാൻ ആ സമയത്ത് എത്ര ആൾക്കാർ വന്നു എന്ന് നമുക്കറിയില്ല. സേ ഫുൾ ഹൗസ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ ആ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അത്രയും ആൾക്കാർ ഒരുമിച്ചാണ് ഒരു ഇവിടെ അടുത്തുള്ള ഒരു സ്റ്റെയർസിൽ കൂടെ ഇറങ്ങുക. ഓക്കെ, അല്ലെങ്കിൽ പകുതി ആൾക്കാരുണ്ടെങ്കിൽ അത്ര ആൾക്കാരുടെ എമൗണ്ട് കുറയും. Okay, so basically the position of the load is changing with respect to time. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലോഡിനെയാണ് ലൈവ് ലോഡ് അല്ലെങ്കിൽ നമ്മൾ ഇമ്പോസ്ഡ് ലോഡ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് എപ്പോഴും നമുക്ക് പറയാവുന്ന പീപ്പിൾ അല്ലെങ്കിൽ ആൾക്കാരുടെ വെയിറ്റ്, അല്ലെങ്കിൽ ഫർണിച്ചർ, ഒരു റൂമിന്റെ അകത്തുള്ള ഫർണിച്ചർ. അത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ടേബിൾ ഒരു റൂമിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പൊസിഷൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം. ഓക്കെ, സോ അതിന്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് അത് ഏത് പോയിന്റിലാണോ ലോഡ് ആക്ട് ചെയ്യുന്നത് ആ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ basically it is spatially varying അല്ലെങ്കിൽ position changes with respect to time. So such types of loads are called live or embossed load, അല്ലെങ്കിൽ അതിനെ നമ്മൾ മൂവിങ് അല്ലെങ്കിൽ റോളിംഗ് ലോഡ് എന്ന് വിളിക്കുക. അപ്പോൾ വെഹിക്കിൾസ് അല്ലെങ്കിൽ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിൽ കൂടെ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ട് പോകുന്ന ടൈപ്പ് ഓഫ് ലോഡാണ്. സോ വി കോൾ ഇറ്റ് ആസ് മൂവിങ് ആസ് വെൽ ആസ് റോളിംഗ് ലോഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇതാണ്, ആ പർട്ടിക്കുലർ കേസ് ഓഫ് എ ട്രക്ക്. അപ്പോൾ ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റിൽ ട്രക്ക് നിൽക്കുമ്പോൾ വെയിറ്റ് മൊത്തം ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറി വരുമ്പോൾ അതിന്റെ വെയിറ്റ് മൊത്തം ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക. കുറച്ച് കഴിഞ്ഞ് ഈ പോയിന്റിൽ ട്രക്ക് എത്തുമ്പോൾ വെയിറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഓരോ പോയിന്റിലും ഇതിന്റെ വെയിറ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ടിപ്പിക്കൽ ഹൗസ് ഹോൾഡിലുള്ള ഒരു type of loads into an example just for sake of it കാണിച്ചതേ ഉള്ളൂ. ലൈവ് ലോഡ് ആയിട്ട് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് you can see live load എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് they are the furnitures can move and hence they can be considered as live load. dead load എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ഈ ബിൽഡിങ്ങിലെ കമ്പോണൻസിന്റെ വെയിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലോറിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഫ്ലോർ doesn't go anywhere. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ഒരു സ്ലാബ് ഒരു ഫ്ലോർ ആക്കി വെച്ചാൽ ആ ഫ്ലോർ അവിടെ തന്നെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് മാറുന്നില്ല. ഓക്കെ, ദെൻ പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതർ ലോഡ്സ്. വിൻഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കാറ്റടിക്കുന്ന സ്ഥലമാണെങ്കിൽ കാറ്റ് ഒരു വെയിറ്റ് എക്സൈറ്റ് ചെയ്യുന്ന വിൻഡ് ലോഡ്. മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണെങ്കിൽ മഞ്ഞ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ മഞ്ഞിന്റെ വെയിറ്റ് വന്നാൽ അതൊരു ലോഡാണ്. ഓക്കെ, സോ ദീസ് ആർ ഓൾ ടൈപ്പ് ഓഫ് ലോഡ്. ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീസ് ടു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഈസ് live and dead load. Okay, dead and live load. So understand what is
മൂവിങ് ഓർ റോളിംഗ് ലോഡ്. ലൈവ് ലോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൂവിങ് അല്ലെങ്കിൽ റോളിംഗ് ലോഡ് എന്ന് വിളിക്കും. സോ വി ഹാവ് ടു നോ what it is. So these are another examples of rolling loads or moving load. ഒരു റെയിൽവേ ബ്രിഡ്ജിൽ കൂടെ ട്രെയിൻ പോകുന്നത്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ലൈവ് ലോഡ്. ഓക്കെ, സോ ഇതിനെ ഒരു പോയിന്റ് ലോഡ് ആയിട്ടൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. Now this is another example. ഒരു വലിയ ട്രക്ക് ഒരു ബ്രിഡ്ജിൽ കൂടെ പോകുന്നു. ഓക്കെ, all these are examples. Now let's look at some of the properties of this moving or live load. Okay, നേരത്തെ കാണിച്ച ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിരിക്കുകയാണ്. സോ ഒരു ബീമിൽ കൂടെ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിൽ കൂടെ ഒരു ട്രക്ക് പോകുന്നുണ്ട്. ട്രക്കിന്റെ അകത്തെ വെയിറ്റ് പല പോയിന്റുകളിലായിട്ട് എക്സൈറ്റ് ആകുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ ടിപ്പിക്കൽ ഐഡിയലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് അനാലിസിസിന് വേണ്ടി വരുന്ന ഒരു ഫിഗറാണിത്. ലൈക്ക് ഒരു ബീമിന്റെ അകത്ത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ടെങ്കിൽ ആ ബീമിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. വി ഓൾ ആർ ഫെമിലിയർ വിത്ത് ഇറ്റ്. അത് ഒരു സ്റ്റാറ്റിക് ലോഡ് അല്ലെങ്കിൽ ഡെഡ് ലോഡ് വന്നാൽ എങ്ങനെയാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം അനാലിസിസ് ചെയ്യുന്നതെന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയാം. നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റോളിംഗ് ലോഡ് അല്ലെങ്കിൽ മൂവിംഗ് ലോഡ് വന്നാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഈ സെമസ്റ്ററിലെ അല്ലെങ്കിൽ ഈ മോഡ്യൂളിലെ കൺസെപ്റ്റ്. ഓക്കെ, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കാണാം. സോ ഒരു ബേസിക് സ്ട്രക്ചറൽ അനാലിസിസിൽ ഡെഡ് ലോഡ് വെച്ചുള്ള ഇതുവരെയുള്ള അനാലിസിസിൽ നമ്മൾ വി യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ റെസ്പോൺസ് ഓഫ് എ സ്ട്രക്ചർ. റെസ്പോൺസ് ഓഫ് എ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് മെയിനായിട്ട് സപ്പോർട്ട് റിയാക്ഷൻസ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമോ അല്ലെങ്കിൽ ട്രസ്സോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് സപ്പോർട്ട് റിയാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കുമായിരുന്നു. ദെൻ ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ബീം ആണെങ്കിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഏതെങ്കിലും ഒരു പോയിന്റിലെ കണ്ടുപിടിക്കും, ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കും. ട്രസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ആക്സിയൽ ഫോഴ്സസ് ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് വി ആക്ച്വലി ലേൺഡ് സോ മെനി മെത്തേഡ്സ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്ത് റിയാക്ഷൻസ് കണ്ടുപിടിക്കാം, or any other methods, consistent deformation method, strain energy method, so many methods are there. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് എല്ലാത്തിൻ്റെ മാക്സിമം വാല്യൂസ് ആണ്. ഫോർ എക്സാമ്പിൾ ബെൻഡിങ് മൊമെന്റ് മാക്സിമം എവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആക്സിയൽ ഫോഴ്സിന്റെ മാക്സിമം എവിടെയാണ്, ഷിയർ ഫോഴ്സിന്റെ മാക്സിമം എവിടെയാണ്, ഇതൊക്കെയാണ്, അല്ലെങ്കിൽ മിനിമം എവിടെയാണ്, ഇതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യുമ്പോൾ whenever we try to design a structure, we are actually interested in the maximum. എവിടെയാണ് ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ കേസ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏറ്റവും മിനിമം വരുന്നത് എവിടെയാണ്, ഏറ്റവും മാക്സിമം പോസിറ്റീവ്, മാക്സിമം നെഗറ്റീവ്, അങ്ങനെ ഏറ്റവും ക്രിട്ടിക്കൽ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള കേസസ് ആണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ കേസസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഈ ലോഡിന്റെ പൊസിഷനെയാണ്. അത് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഐ വിൽ ഷോ ഇറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, സോ ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ്, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, 5 മീറ്ററിന്റെ ബീം ഉണ്ട്, അതിൻ്റെ അകത്ത് 10 കിലോന്യൂട്ടൺ ലോഡ് ആക്റ്റീവ് ആണെങ്കിൽ ആ ലോഡ് എവിടെ നിൽക്കുന്നു എന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ബീമിന്റെ അകത്തുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ പൊസിഷൻ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്തുള്ള എക്സ്ട്രീം കേസസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് വി ക്യാൻ ദാറ്റ് ഐ വിൽ ഷോ യു വിത്ത് ആൻ എക്സാമ്പിൾ. പക്ഷേ ഐ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഫോർ എ സ്ട്രക്ചർ ദ പൊസിഷൻ ഓഫ് ദ ലോഡ് ഇൻഫ്ലുവൻസസ് ഇറ്റ്സ് റെസ്പോൺസ്. ഒരു സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ലോഡ് എവിടെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ലോഡിന്റെ പൊസിഷൻ എവിടെയാണ്, ലോഡ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ അകത്ത് വരുന്ന റെസ്പോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നടുക്ക് ലോഡ് വരുന്ന പോലെ ആയിരിക്കില്ല വേറെ ഒരു പോയിന്റിൽ ലോഡ് വരുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ലോഡ് വരുന്ന പോലെ ആവില്ല എൻഡ് പോയിന്റിൽ ലോഡ് വരുന്നത്. ഇവിടെ രണ്ടിടത്തും ഈ 3 സ്ഥലത്തും വരുന്ന പോലെ ആയിരിക്കില്ല 1/4 അല്ലെങ്കിൽ 3/4 ലോഡ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഏതൊരു പോയിന്റിൽ ലോഡ് വരുന്നതിന്റെ എഫക്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ എഫക്റ്റീവ്ലി ദിസ് ഈസ് അവർ പോയിന്റ്. ദിസ് ഈസ് ദ മെയിൻ തിങ് ദാറ്റ് ഡിഫൈൻസ് ദിസ് മോഡ്യൂൾ. അതായത് ദ പൊസിഷൻ ഓഫ് ദ ലോഡ് ഇൻഫ്ലുവൻസസ് ദ റെസ്പോൺസ് ഓഫ് എ സ്ട്രക്ചർ. ഓക്കെ, ലെറ്റ്സ് സീ ഇറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, ബിഫോർ വി ബിഗിൻ ലുക്കിംഗ് അറ്റ് ദ എക്സാമ്പിൾ, ഞാനൊരു പഴയ കാര്യം റിമൈൻഡ് ചെയ്യുകയാണ്. അതായത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നമുക്കറിയാം
ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ബീം ഉണ്ടെങ്കിൽ അതൊരു സിംപ്ലി സപ്പോർട്ടഡ് ആവട്ടെ, കാൻഡിലീവർ ആയിക്കോട്ടെ, ഓവർ ഹാങ്ങിങ് ബീം ആയിക്കോട്ടെ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ബീമിന്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ഒരു ബീമിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എൽ ലെങ്ത് ഉള്ള ഒരു ബീം ആണെങ്കിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഷിയർ ഫോഴ്സസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ബീമിന്റെ അകത്ത് ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ്. അപ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ബീമിന്റെ അകത്ത് കാണുന്ന ടോട്ടൽ ഫോഴ്സസിന്റെ സമ്മാണ് ഈ പോയിന്റിലെ ഷിയർ ഫോഴ്സ്. അത് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ നമുക്ക് നോക്കാം. ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ എയ്തർ ലെഫ്റ്റ് ടു ദ റൈറ്റ് ഓർ ടു ദ റൈറ്റ്, ഏതെങ്കിലും ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ടോട്ടൽ ഫോഴ്സസിന്റെ സം ആണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ആ പോയിന്റിലെ ഷിയർ ഫോഴ്സ്. അങ്ങനെ എല്ലാ പോയിന്റിലെ ഒരുമിച്ച് വരയ്ക്കുമ്പോൾ 0 to L വരെയുള്ള പോയിന്റിൽ ഒരുമിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടും. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം സിമിലർലി ഈ എക്സിന്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നോക്കുമ്പോൾ കാണുന്ന ടോട്ടൽ മൊമെന്റ്സ്, ഓക്കെ, ടോട്ടൽ മൊമെന്റ്സിന്റെ സം ആണ് ആ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ എടുത്താൽ ഇതിങ്ങനെ താഴോട്ട് വരച്ചാൽ ഈ പോയിന്റിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡയഗ്രത്തിൽ കറസ്പോണ്ടിങ് കിട്ടുന്ന ഈ വാല്യൂ ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ കിട്ടുന്ന ഈ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഓൾസോ ലെറ്റ്സ് സേ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ നമുക്കൊരു സൈൻ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ദിസ് വാസ് കൺസിഡർഡ് ആസ് പോസിറ്റീവ്. ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഒരു സെക്ഷന്റെ ലെഫ്റ്റിലോട്ട് നോക്കിയിട്ടുമ്പോൾ ലോഡ് മുകളിലോട്ടാ പോകുന്നെങ്കിൽ പോസിറ്റീവ്, റൈറ്റിലോട്ട് നോക്കുമ്പോൾ താഴോട്ടാണെങ്കിൽ നെഗറ്റീവ്. ഐ മീൻ റൈറ്റിലോട്ട് നോക്കുമ്പോഴും താഴോട്ടാണെങ്കിൽ പോസിറ്റീവ്. സിമിലർലി ബെൻഡിങ് മൊമെന്റ് വരയ്ക്കാൻ നമുക്കുണ്ടായിരുന്നത് ദിസ് വാസ് ഇറ്റ്. പാർഡൺ മൈ ഡ്രോയിങ്, ലാപ്പിലായതുകൊണ്ടാണ്. ഓക്കെ, ദിസ് വാസ് കൺസിഡേർഡ് പോസിറ്റീവ്. അതായത് ഒരു സെക്ഷന്റെ ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ ക്ലോക്ക് വൈസും റൈറ്റിലോട്ട് നോക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസും വരുന്ന മൊമെന്റിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുമായിരുന്നു. ഓക്കെ, you have to just get reminded of all these things. Okay, now I'm going to show you how moving load influences the response of a structure. Okay.